എല്ലാവരും കൂടെ ഒരു 5 പേരുണ്ട്. സത്യം പറഞ്ഞാൽ പൊന്മുടി എല്ലാവരും കണ്ടു കാണും. പക്ഷെ പൊന്മുടിയിലെ ഒരു സ്പെഷ്യലുണ്ട്. പൊന്മുടിയിൽ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. അത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ബൈക്കർ 493. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇത് റൈഡ് ഇറങ്ങിയതാണ്. ഒരു ഷോർട്ട് റൈഡ് നമ്മൾ പൊന്മുടിയിലോട്ട്. അപ്പം നമ്മൾ പൊന്മുടിയുടെ താഴെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 8-ാമത്തെയോ 10-ാമത്തെ ഹെയർ പിന്നാണ്. അപ്പോൾ നമ്മൾ അതിലുള്ള വണ്ടി എന്ന് പറയുന്നത് ഡൊമിനാറുണ്ട്, SP ഉണ്ട്, പിന്നെ V3 ഉണ്ട്, V3 ഉണ്ട്. അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഒരു 5 പേരുണ്ട്. സത്യം പറഞ്ഞാൽ പൊന്മുടി എല്ലാവരും കണ്ടു കാണും. പക്ഷെ പൊന്മുടിയിലെ ഒരു സ്പെഷ്യലുണ്ട്. പൊന്മുടിയിൽ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ന് പൊന്മുടിയിലോട്ട് ഒരു റൈഡ് വന്നത്. അപ്പോൾ ഇവിടുത്തെ കുറേ മൈരന്മാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവന്മാരെല്ലാം ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. 2 കപ്പിൾസ്, അല്ല ഒരു കപ്പിൾസ്, 2 ഒറ്റ കപ്പിൾ. അവിടെ നിന്ന് കപ്പിൾ ഫോട്ടോ എടുക്കുന്നു, ഇവിടെ നിന്ന് സിംഗിൾ ഫോട്ടോ എടുക്കുന്നു. അപ്പം ഞാൻ ഇവിടെ വെറുതെ വ്യൂവും കണ്ടിരിക്കുന്നു. സമയത്ത് ഏകദേശം ഒരു 4:15. ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, ചെന്നൈയുടെ കാറ്റിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് കുറച്ച് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ട്. കുറച്ച് ഒരു മഴയുടെ ഒരു മൂഡ് പോലെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു നല്ല അങ്ങനെ നമ്മൾ പൊന്മുടിയിൽ എത്തിയിരിക്കുകയാണ്. പൊന്മുടിയിലോട്ട് പോവുകയാണ്. ജോഷിന്റെ വൈഫ് ഷമീർ, ഹേമന്ത്. അപ്പോൾ നമ്മളെ കയ്യിൽ ഡോമിനാർ, ഹേമന്തിന്റെ ഡോമിനാർ. അങ്ങനെ ഹിഡൻ സ്പോട്ട് അവിടെ അടച്ചിട്ട് അവിടെ അടച്ചിട്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് വന്നതിൽ ഒരു ഗുണമുണ്ടായി. കാരണം നല്ല മഞ്ഞും കാര്യങ്ങളും ഒന്നും കാണാനില്ലല്ലോ. ഇന്നതാ നമ്മൾ പൊന്മുടിയിൽ എത്തിരിക്കുക. അപ്പം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. ഇതാ അടുത്തുള്ള വണ്ടിയെ പോലും കണ്ടുകൂടെ. സത്യം പറഞ്ഞാൽ ഡൊമിനാർ SP പിന്നെ V3 ആയിട്ടാണ് വന്നിട്ടുള്ളത്.
ഷമീർ, ഹേമന്ത്, ജോഷിൻ്റെ വൈഫുണ്ട്. വൈഫല്ല, ജോഷിൻ്റെ ലവറാണ്. അപ്പം നമ്മൾ ഇത്ര പേരാണ് വന്നിട്ടുള്ളത്. അപ്പം ഹിഡൻ സ്പോട്ടിൽ അങ്ങോട്ട് കയറ്റില്ലെന്ന് പറഞ്ഞു. കാരണം 4:30 ക്ലോസ് ചെയ്യും. പിന്നെ അതുമായിട്ട് അവിടെ ആരോ മരിച്ചെന്നൊക്കെ അവർ കഥയൊക്കെ ഇറക്കി. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും നമ്മൾ പൊന്മുടിയിലെ വണ്ടിയാ അപ്പോൾ ഏതായാലും നമ്മൾ പൊന്മുടിയിൽ വന്ന് അപ്പോൾ നമ്മൾ ഈ മഞ്ഞും കാര്യവും കൂടെയൊക്കെ ആസ്വദിച്ച് പോയിടും. അപ്പോൾ ഡോമിനാർ, പെപ്സി, P3 അപ്പോൾ മൂന്ന് കാറ്റഗറിയിലുള്ള വണ്ടിയാണ്. ടൂറിംഗ് വണ്ടി, സ്ട്രീറ്റ് വണ്ടി, പിന്നെ സ്പോർട്സ് വണ്ടി. ഒട്ടും കാണാൻ പറ്റുമോ? കാരണം ഈ കാറ് കണ്ടോ, അതും പോലും അടുത്തുള്ള കാറും പോലും ആ വണ്ടിയും പോലും കാണാൻ പറ്റും. അപ്പോൾ ഇവന്മാരൊക്കെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. നിങ്ങൾക്ക് അറിയാനുള്ള പോലെ ഷമീർ ഭയങ്കര പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ഹേമന്ത് പിന്നെ പ്രൊഫഷണൽ ആക്ടറാണ്. വിഷയം ഇതേപോലെ എടുത്തുതരാൻ പറ്റുമോ നിനക്ക്? എനിക്ക് മനസ്സിലായി. സംഭവം എന്ന് വെച്ചാൽ ഷമീറിന് നല്ലൊരു ഫോട്ടോ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ അമ്മച്ചേ ഇപ്പോൾ വന്ന് വീഴുന്നതന്നെ. നമ്മൾ വണ്ടി കയറി നല്ല കോടയും കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. പോട്ടെ, സത്യം പറഞ്ഞാൽ ഗൈസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒന്നും വെച്ചാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. ജോഷിലോ പോയാണ്, അവൻ്റെ പോലും കാണാൻ പറ്റുന്നില്ല. ക്യാമറയിൽ എത്ര വിസിബിലിറ്റി കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ കൊക്ക പോലെ കിടക്കുകയാണ്. മുമ്പ് ഫോട്ടോ എടുത്ത ഈ സൈഡാണ്, ഈ ഒരു മരമാണ്. ഓടിക്കാൻ പറ്റും. ഇതാണ് ഒപ്പു ഗൈസ്. വിഷയം എന്ന് വെച്ചാൽ വേറെ ലെവൽ. എൻ്റെ മോനെ രക്ഷയില്ല കേട്ടോ. സത്യം പറയാൻ നമ്മൾ പൊന്മുടി എന്ന് വെച്ചാൽ വേറൊരു ലെവലാണ്. നമുക്കിപ്പോൾ പൊന്മുടി, ഇപ്പം വട്ടവട അല്ലെങ്കിൽ വാൽപ്പാറ, മൂന്നാർ, ഇടുക്കിയൊക്കെ പോകാൻ ബഡ്ജറ്റില്ലാത്തവർ, സത്യം പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തുള്ളവർ പൊന്മുടി വരണമായിരിക്കും നല്ലത്. കോട്ട് അല്ല, അതിൻ്റെ വേണോ? അവിടെ ഇപ്പം എത്തും. കോട്ട അതിൻ്റെ കയ്യിലോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ മൂന്നാർ, വാൽപ്പാറയൊക്കെ പോകാൻ ബഡ്ജറ്റില്ലാത്തവർ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരങ്ങളിലൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ പൊന്മുടി വന്നാൽ വേർത്തായിരിക്കും. സത്യം പറഞ്ഞാൽ ഒരു 2 ദിവസത്തെ മഴ അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പൊന്മുടി എന്ന് വെച്ചാൽ വേർത്തായിരിക്കും. കാരണം ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് ഇപ്പം. ഇതിൻ്റെ 2 ദിവസം മുമ്പ് നല്ല വെയിലും കാര്യങ്ങളായിരുന്നു, മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് നല്ല മഴയൊക്കെ പെയ്ത് നല്ല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ വിഷയം ക്ലൈമറ്റാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ പൊന്മുടി കാരണം അത് വേറൊരു ഫീലാണ്. ഇപ്പം വരാത്ത ആൾക്കാരാണെങ്കിലും വന്ന ആൾക്കാരായിരുന്നാലും വീണ്ടും വരാനേ തോന്നുന്നു. കാരണം അത്രയ്ക്കൊരു കോടമഞ്ഞും കാര്യങ്ങളൊക്കെ. കോടമഞ്ഞിൽ ഓഹോ. കാരണം വിസിബിലിറ്റി നല്ല കുറവാണ്. ഇപ്പോൾ 2 ലൈറ്റ് മാത്രമാണ് കാണാൻ പറ്റുന്നുള്ളൂ. നല്ല വിസിബിലില്ല. ഒരു ബൈക്ക് മാത്രം വന്നു. കാരണം ഇവിടെ അടുത്തെത്താറാകുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. സത്യം പറഞ്ഞു അതുവരെ ഒരു ലൈറ്റുകൾ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടേ കൂടാ. പിന്നെ റോഡ് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ പണിയൊക്കെ നടക്കണതിന് വീതി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പണി നടക്കണതിന് വീട്ടിൽ റോഡ് കുറച്ച് സീറ്റുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നമായിട്ട് റോഡൊന്നുമില്ല. ബാക്കിയെല്ലാം തെറ്റാണ്. ഇവിടെയൊക്കെ എൻ്റെ ദൈവമേ നൈസാണ്. വണ്ടി പാർക്ക് ചെയ്യണം. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യണ കാര്യങ്ങൾ
സത്യം പറഞ്ഞ നല്ല കോട്, നല്ല ക്ലൈമറ്റ് ആണല്ലോ. നല്ല കോട് എന്ന് വെച്ചാൽ നല്ല വിഷയം കോടല്ലോ. വണ്ടി പാർക്ക് ചെയ്ത ഏരിയ നോക്കൂ, വിഷയ ഏരിയ, ഒരു രക്ഷയില്ല. അതിൻ്റെ കൂടെ റെഡ് കളർ ഡോമിനാർ, നല്ല കോമ്പിനേഷൻ. ഫോട്ടോ കൊടുക്കുന്ന ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല നൈസ് പിക്കൊക്കെ കിട്ടുന്നുണ്ട്. കോമർ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചു. അപ്പോൾ അവന്മാരിപ്പം വരും. അവന്മാർ അവിടെ എന്തോ എനിക്ക് തോന്നുന്നു കോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എന്തോ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചു. നമ്മൾ എവിടെ നിൽക്കുകയാണ് ഇപ്പം? പൊന്മുടി പാർക്കിംഗ് ഏരിയ. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നൈസല്ലേ. നല്ല കോട, ഫുൾ നല്ല കോടൊന്ന് അറിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. ഇപ്പം നമ്മൾ അവിടെ ഒതുക്ക്, അവിടെ ഇവിടെ ഒതുക്ക്. അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമല്ല. ചെറിയൊരു തവണ പേയ്മെൻ്റ് ഒന്ന്. ഇനി നമ്മളെ വണ്ടി ഇതാ വരുന്നു. പിടിക്കുന്നതാണെങ്കിൽ നാളെ നല്ല മഴ പെയ്യാണ്, നല്ല മഴ. വലിച്ചു എല്ലായിടത്തും അകത്ത് കയറിപ്പിക്കുകയാണ്. നല്ല മഴ, നല്ല മഴ, വിഷയം മഴ. വിഷയം മഴയെന്ന് വെച്ചാൽ നിങ്ങൾ കാണുക, കോടയും മഴയും. നല്ല മഴ പെയ്യണം, നല്ല മഴ. വിഷയം മഴ. നമ്മളൊക്കെ അതാ ഒന്നുകിൽ നിൽക്കുകയാണ്. ഇവിടെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല കാറ്റുണ്ട്. അറിയാ പൊന്മുടി എങ്ങനെ ഉണ്ട്? അറിയാം, വിഷയമല്ലേ. അളിയ ഒരു കാറ്റ് പറ അളിയാ. നല്ല കാറ്റ് മഴ. നല്ല കാറ്റും മഴയും. മഴയൊക്കെ അങ്ങനെ കുറഞ്ഞ് നല്ല ഫോവും കാര്യങ്ങളൊക്കെയാണ്. ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക, ഫോട്ടോഷൂട്ടും കാര്യങ്ങളും. ജോഷിന്റെ സേവ് ദ ഡേറ്റ് ആണ്. അപ്പൊ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഡേറ്റ് 12 മണിക്കാണ് പറഞ്ഞിട്ടുള്ളതെന്ന്, ഷൂട്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. വേണ്ട, അവര് റൈഡറാണ്. അപ്പം സേവ് ദ ഡേറ്റ് ഹെൽമെറ്റൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രൊഫഷണൽ ക്യാമറാമാനുണ്ട്. അതാ സേവ് ദ ഡേറ്റ് ആണ്. കപ്പിൾസിന്റെ ഫോട്ടോ. കപ്പിൾസ്. അങ്ങോട്ട് ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാം ഇവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ താഴോട്ട് പോവുകയാണ്. പച്ച ഹെൽമെറ്റ് നന്നായിട്ട് ഇറച്ചുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി സമയപ്പം തന്നെ 6:05 സമയം. ഇപ്പോൾ 6 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസിംഗ് ആണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാ.
ഓ ഫോണോ ബോർഡും കൂടെ വേണം. ബ്രോ ഈ ബോർഡിൽ എന്റെ ഫ്രണ്ടിൽ വന്ന് എപ്പോഴും എന്റെ ഫ്രണ്ടിൽ വന്ന് ഞാൻ മറയുന്നു. നിന്നോ? ആ കാണാം. ബ്രോ നമ്മള് വ്ളോഗിൽ വരുമോ? ഇല്ല വരും വരും വരും. പേര് ബൈക്കേഴ്സ് 93. 93. യൂട്യൂബ് ആണോ? ആ യൂട്യൂബ്. കിട്ടുമോ നോക്കട്ടെ. ബ്രോ എടുത്ത ഫോട്ടോ കൊള്ളാം, നല്ല ഫോട്ടോ. അല്ല എന്റെ ആടെ മെയിൻ ഫോട്ടോഗ്രാഫർ അവനാണ്. ആ നേരത്തെ എടുത്തില്ലേ ആ പേന. ബൈക്കേഴ്സ് ബൈക്കേഴ്സ് 93. എവിടെ സ്ഥലം എവിടെ താമസം? സ്ഥലം ഇവിടെ വെള്ളയാണ്. അത് നമ്മള് മണക്കാട്. മണക്കാടാണോ? മണക്കാടിലാണ് മറ്റേ ഒരു അമ്പലം ഇരുങ്കുളങ്ങര ദേവീക്ഷേത്രം. ഞാനേ നോട്ടിൽ സേവ് ചെയ്തിടാം. സബ്സ്ക്രൈബ് ചെയ്താൽ മതിയില്ലായിരിക്കും. ഒന്നും കൂടെ ശരി. ഫോണല്ല ഇല്ല അവിടെ ഒന്നുകൂടി പോയിട്ട് പോവാമേ. ഓക്കെ താങ്ക്സ്. സെറ്റ് ഓക്കെ ബൈ ബൈ. എൻജോയ് ആയില്ലേ? സെറ്റ് ആയില്ലല്ലോ. ചാർജ് ഉണ്ടോ? ഓ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. നീ പറയണ്ടേ, നമ്മളൊക്കെ ഫ്രണ്ടിന് പോകില്ല. ഞാൻ ഫ്രണ്ടിന് പോവാൻ ആദ്യം ഈ വീഡിയോ എടുക്കട്ടെ. ഇതില്ലേ பிடிக்குது கடலை நரை வந்த பிறகே புரியுது உலகை நேற்றின் இன்பங்கள் யாவும் கூடியே இன்றை இப்போதை அர்த்தமாக்குதே இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே வாழாயன் வாழ்வை வாழவே தாழாமல் மேலே போகிறேன். അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നത്. ഇതെന്ത് വാച്ച് ടവറാണ്? അത് വന്നിട്ട് ഇതാണ് നമ്മുടെ ടവറാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. പിന്നെ നമ്മൾ വന്ന സമയം അപ്പോൾ സമയം മറ്റേ നൈറ്റാണ് പോയത്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നൈറ്റായിരുന്നു. അങ്ങനെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ പൊന്മുടിയിൽ കിടന്ന് സമ്പാദിച്ച് നൈസ് ഒരു ഷോർട്ട് റൈഡ് എന്ന് പറയാം. കാരണം ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാണ് ഇറങ്ങിയത്. 2 മണിക്ക് ഇറങ്ങി നമ്മൾ ഇവിടെ ഒരു
ആ ഒരു 3:30-4:45 ആയപ്പോൾ എത്തി. പിന്നെ അതാ തിരിച്ചു പോവുകയാണ്. തിരിച്ച് ആയിട്ട് സമയം 6:30. അവന്മാരിതാ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഒരു ഷോയും കാര്യങ്ങളെല്ലായിരുന്നു. അപ്പോൾ എവിടെ ചായ വാങ്ങണോ? ആ ചായ ഉണ്ടോ? അയ്യോ അങ്ങനെ ചായ കുടിക്കാം. ചായ ഇതുണ്ടോ? ചായ ഉണ്ടോ? പൈസ ഇവള് കൊടുക്കും, നീ എടുക്കും. ആരെ വിളിക്ക്? ആ അവർക്ക് ഞാൻ രാവിലെ അങ്ങോട്ട് 100 രൂപ അയച്ചു കൊടുത്തോളൂ. സാറാ പൈസ ഉണ്ടോ? ബൂസ്റ്റ് 5 ബൂസ്റ്റ് ഉറപ്പിച്ചാ. ചൂട് ബ്രെഡ് ഓംലെറ്റ് ചൂടോടെ പൈസ ഉണ്ടോ? ആ അപ്പൊ എടുത്തോ. ഒരു അമ്മന്റെ ചെലവുണ്ടല്ലോ. ബ്രെഡ് ഓംലെറ്റ് എന്തെങ്കിലും ഇല്ല, 5 ബൂസ്റ്റും അത്രയൊന്നുമില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മോനെ ഫോട്ടോ എടുക്കണോടാ? ഓ ഗൈസ്, നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ തന്നെ. അപ്പം വീഡിയോ മൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തു. പൊന്മുടി നൈസ് ക്ലൈമറ്റാണ്, നല്ല രസമുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പം സൈനിങ് ഔട്ട്, Microsoft 93. ബൈ.